ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ചില പ്രതിപക്ഷ അംഗങ്ങൾ ബി ആർ അംബേദ്കറുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അമിത്ഷായ്ക്ക് ഒരു അബദ്ധം പറ്റി. അമിത്ഷാ തിരിച്ചു പറഞ്ഞത്, നിങ്ങൾ ഈ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തെ സ്തുതിക്കൂ, നിങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടും എന്നാണ് അദ്ദേഹം വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു റിമാർക്സ് നടത്തിപ്പോയത്, ഒരു അഭിപ്രായം പറഞ്ഞു പോയത്. പക്ഷേ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് അംബേദ്കറെ അവമതിക്കുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് ഇത് പിൻവലിക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രതിപക്ഷ നേതാക്കൾ തന്നെ രംഗത്ത് വന്നു. അതിൽ അതിശക്തമായിട്ടുള്ള ചില വിമർശനങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് MK സ്റ്റാലിൻ എന്ന് പറയുന്ന DMKയുടെ നേതാവും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞത്, കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നവരാണ് എപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ. രാജ്യത്തെയും ജനങ്ങളെയും പരിഗണിക്കുന്നവർ ഭരണഘടനയെ സംരക്ഷിക്കുകയും അതിൻ്റെ സൃഷ്ടാവായ അംബേദ്കറുടെ പേര് ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് യഥാർത്ഥത്തിൽ BJP തന്നെ വലിയ ഒരു ഡിഫൻസിലായി, പ്രതിരോധത്തിലായി. നരേന്ദ്രമോദി തന്നെ, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വരികയും കോൺഗ്രസ് ആണ് BR അംബേദ്കറോട് നീതി കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം തന്നെ നിങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാതലായ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ഞാൻ നേരത്തെ നാരദ ന്യൂസിൽ അദ്ദേഹവുമായി അസോസിയേറ്റ് ചെയ്ത് ചില വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്യു സാമുവൽ സാറും അതുപോലെ തന്നെ മറ്റു കൊളീഗ്സുമൊക്കെ ഞങ്ങൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി മാറിയാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറിയാൽ ഇതുവരെ അടിച്ചമർത്തപ്പെട്ട, നമ്മളൊക്കെ താഴേക്കിടയിലുള്ള എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്ന, പലപ്പോഴും ഗവൺമെൻറ് സർവീസുകളിലൊന്നും അർഹമായ രീതിയിലുള്ള ഒരു പരിഗണനയും കിട്ടാത്ത അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളും SC/ST ഒക്കെ ഉയർത്തെഴുന്നേക്കുന്നൊരു കാലമുണ്ടാകുമെന്നും അത് യഥാർത്ഥത്തിൽ വീണ്ടും ഇന്ത്യയെ കുറച്ചുകൂടി ഒന്ന് റിവൈവ് ചെയ്യുമെന്നും പുനരുദ്ധാനത്തിനൊക്കെ വഴിയൊരുക്കും എന്നുള്ളതുമാണ് പലപ്പോഴും ഞാനൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആ ചാനലുകളിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഹിന്ദുരാഷ്ട്രമാവുകയും അതിൻ്റെ ഭരണ കേന്ദ്രമൊക്കെ തന്നെ ഒരു ബ്രാഹ്മണന്മാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കിട്ടുമ്പോൾ തന്നെ അത് വലിയ തോതിലുള്ള ഒരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള പല വ്യത്യാസങ്ങളും പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് തന്നെ ഒരു OBC കാരനാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ദേവഗൗഡ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ആ ദേവഗൗഡ തന്നെ ഒരു കർഷകനായിട്ടുള്ള വലിയ ഭൂവുടമയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകളും, കർഷകരായിട്ടുള്ള ആളുകൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നൊരു കാര്യം, വളരെ സാധാരണക്കിടയിലുള്ള വളരെ ചെറിയ തോതിലുള്ള കർഷക ജോലി എടുക്കുന്നവർ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കാലം എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇപ്പോൾ പോലും, അതായത് 75 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്ത്യയിൽ ഈ പറയുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾക്കോ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ ഷെഡ്യൂൾഡ് ട്രൈബിനോ ഒന്നും വേണ്ടത്ര പ്രാതിനിധ്യമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലെ തന്നെ അഡീഷണൽ സെക്രട്ടറിമാരെയൊക്കെ കണക്കൂട്ടി വെച്ചാൽ 90 പേരുള്ളതിൽ ഏതാണ്ട് 3 പേരിൽ താഴെ മാത്രമേ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുള്ളൂ. കേരളത്തിൽ ആ കണക്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നായർക്കും ഈഴവർക്കും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനുമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പരിഗണനകൾ, ഏതാണ്ട് ഒരേപോലെ തന്നെയുള്ള പരിഗണനകൾ, അവരുടെ ജനസംഖ്യയുടെ പ്രാതിനിധ്യം അനുസരിച്ചുള്ള പരിഗണനകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളൊക്കെ തന്നെ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അതല്ല സ്ഥിതി. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ ഒരു നയമെന്ന് പറയുന്നത് ഒരു ഹിന്ദു മതത്തെ അങ്ങനെ തന്നെ ഏകോപിപ്പിച്ച് നിർത്തുക, ഒരു പറ്റുമെങ്കിൽ ഒരേ തരത്തിലുള്ള ആരാധനകളിലേക്ക് കൊണ്ടുവരിക. നമുക്ക് പലപ്പോഴും 33 മുക്കോടി ദൈവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ രാമൻ എന്ന് പറയുന്നൊരു ബിംബത്തെ ഒരേ ഏകദൈവ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഏകദൈവ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരികയും ആളുകളെല്ലാം ഒരേപോലെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ് അവരെ ഒരു ഇലക്ട്രൽ വോട്ടുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വലിയ തോതിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രമം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ നേരത്തെ മുതൽ വലിയ തോതിലുള്ള പ്രിവിലേജ് അനുഭവിച്ചു കൊണ്ടിരുന്ന സൊസൈറ്റികൾക്കെല്ലാം തന്നെ അധികാരം കിട്ടുകയും ഏറ്റവും താഴെ തട്ടിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബും ആദിവാസികളും അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ അധികാരങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യും എന്നുള്ള ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ
BJP അവരെ പേടിപ്പിക്കുന്നൊരു കാര്യം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഗോത്രവർഗ്ഗക്കാർക്കുമൊക്കെ ഇവർ പറയുന്ന ഹിന്ദു മതം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രിവിലേജും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പകരം ആ ഹിന്ദു മതത്തിലെ വരേണ്യവർഗം തന്നെയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് പോലും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നതും അന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസിനും മുസൽമാനും ഒക്കെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴും പട്ടികൾക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴും അതിനേക്കാൾ മോശമായി ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഈഴവരെയും ഒക്കെ പരിഗണിച്ചു കൊണ്ടിരുന്നതുമൊക്കെ അന്ന് തന്നെയാണ്. ഇപ്പോഴും നിങ്ങളറിയണം, ശബരിമലയിൽ പൂജാരിയാകണമെങ്കിൽ നമ്മൾ ബ്രാഹ്മണനായിരിക്കണം എന്ന് പറയുന്ന നിയമം ഈ 21-ാം നൂറ്റാണ്ടിലുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ ഒന്നിച്ചാൽ യഥാർത്ഥത്തിൽ BJPക്ക് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ഏകോപനം അസാധ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഭീംറാവു അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കറും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഭരണഘടനാ ശില്പിയാണെന്ന് നമുക്കറിയാം, ആ ഭരണഘടനയും ഒക്കെ തന്നെ വലിയ തോതിൽ BJPക്ക് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ അംബേദ്കറുടെ ഒരു ശിഷ്യൻ പോലും സംഘപരിവാറുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങളൊക്കെ തന്നെ BJP നടത്തുന്നുണ്ട്. അതായത് അംബേദ്കറെ പോലും തങ്ങളുടെ ആളാക്കി മാറ്റാനുള്ള പല പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ദുർബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും അതെല്ലാം തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കയ്യിൽ ചരട് കിട്ടുന്നതും കുറി തൊടുന്നതുമൊക്കെ ഒരു സാധാരണ ഹിന്ദു തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം അതെല്ലാം സംഘപരിവാറുകാരായിരിക്കും എന്നുള്ള നിലക്ക് അത്തരം ചിഹ്നങ്ങളും മതപരമായ ചിഹ്നങ്ങളും ഒക്കെ തന്നെ അവർക്ക് വളരെ സിമ്പിളായി വളരെ ലളിതമായി കൈമാറ്റം ചെയ്യുന്നത് നോക്കി നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുടെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഒക്കെ ഒരു ഏകീകരണം സാധ്യമാകുമോ എന്നുള്ള ചിന്തകളിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. 1980 മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 51% അവർക്ക് ഏറ്റവും കുറഞ്ഞത് SC/STകൾക്കും അതുപോലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾക്കും ഒക്കെ 27% റിസർവേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലികളിലും 51% റിസർവേഷൻ കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലും കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ അനുവാദം കൃത്യമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ അത്രയും കുറവാണെന്ന് നിങ്ങൾ അറിയണം. 2006 എത്തുമ്പോഴേക്കും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ നമ്പർ 42% എന്നുള്ളതാണ് നാഷണൽ സാമ്പിൾ സർവേ നമ്മളോട് പറയുന്നത്. ഇതൊന്നും ഇപ്പോഴും നമുക്ക് കൃത്യമായി ഇത് എടുത്തിട്ടുള്ള സർവേ ആണോ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം എങ്ങനെയാണ് പെട്ടെന്ന് കുറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഏറ്റവും ഒടുവിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും നിങ്ങൾ അറിയേണ്ടത്, ഷെഡ്യൂൾഡ് കാസ്റ്റ് 18.48% എന്ന് പറഞ്ഞാൽ 15.88 കോടിക്കകത്ത് ആളുകളുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് 9.27% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9.5 കോടിയോളം വരുന്ന ആളുകൾ ഇതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റേതായിട്ടുണ്ട്. ഇനി ഏറ്റവും അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബീഹാറിൽ ഈ ജാതി സെൻസസ് നടത്തി ഗവൺമെൻറ് തന്നെ കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ കണക്കുകളിൽ പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന 63.1% അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരികയും ഹിന്ദു എന്ന് പറയുന്ന മതസമൂഹത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു പ്രയത്നത്തിന് വിലങ്ങുതടിയാവുകയും ചെയ്യുമോ എന്ന് പറയുന്ന ഭയമാണ് യഥാർത്ഥത്തിൽ ഭീംറാവു അംബേദ്കറുടെ പേര് കേൾക്കുമ്പോൾ BJPക്ക് ഉണ്ടാവുന്നത്. ആ ഭീംറാവു അംബേദ്കർ എന്ന് പറയുന്ന പേര് ഇതേവരെ ഉള്ള ഒരു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളായി പോലും അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ജാതി വിഭാഗങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഭീംറാവു അംബേദ്കർ ഗാന്ധിജിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രമെന്ന് പറയുന്ന ഒരു വികാരം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ആ രാഷ്ട്രം ഞങ്ങളെ ഒരിക്കലും മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല സാർ എന്ന് ഗാന്ധിജിയോട് നേരിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും അത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതിന് ഞാൻ വേറെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പലപ്പോഴും സ്വന്തം പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച കുട്ടിയെ അടിച്ചിട്ടുള്ള ടീച്ചർമാരെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ തന്നെ ആദിവാസികളായിട്ടുള്ള ഒരു ആളെ കാറിനകത്തേക്ക് വലിച്ചിട്ട് 1/2 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ ഒരാൾക്ക് ധൈര്യം കിട്ടിയത്, ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന് മധുവിനെ തല്ലിക്കൊല്ലാൻ ധൈര്യം കിട്ടിയത്, ഒരു അമ്മ 80 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ, അതായത് വൈകുന്നേരം 4 മണി, ഉച്ചയ്ക്ക് 2 മണിക്ക് മരിച്ചവരെ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണി വരെ കാത്തുവെച്ചിട്ട് പോലും ഒരു ആംബുലൻസ് കിട്ടാത്തത്, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കടുത്ത അവഗണനകളാണ്
ഈ പറയുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ജാതി മത വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ മണ്ണിൻ്റെ മക്കളാണ്, പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സൗകര്യവും കിട്ടുന്നില്ല. അവരുടെ ഒരു ഏകോപനമുണ്ടായാൽ അത് ഇന്ത്യയിലെ ഏത് വലിയ ശക്തിയെയും ഏത് വലിയ ബ്രാഹ്മണ മേധാവിത്വത്തെയും ഒക്കെ കടപുഴക്കി എറിയാൻ പോകുന്ന ഒരു വലിയ ശക്തിയായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് BJP ഈ പറയുന്ന ഭീംറാവു അംബേദ്കറുടെ പേരും അതുപോലെ തന്നെ ഭരണഘടനയും ഒക്കെ ഭയപ്പെടുന്നത്. പക്ഷെ അതൊക്കെ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നിതീഷ് കുമാർ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ്സിന് അത് എത്രത്തോളം കഴിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു മതവിഭാഗങ്ങളെ കൃത്യമായി ഏകോപിപ്പിക്കുകയും അവർക്ക് ഈ ഹിന്ദുമതത്തിനകത്ത് നിന്ന് പോലും വലിയ തോതിലുള്ള നീതി ലഭ്യമായിട്ടില്ല എന്നും രാഷ്ട്രീയമായും ഭരണപരമായും ഒക്കെ തന്നെ റിസർവേഷന് അവരിപ്പോഴും വലിയ അകലെയാണ് എന്ന് പറയുന്ന ഒരു ധാരണ അവരിലേക്ക് എത്തിച്ചാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള BJPയെയും സംഘപരിവാറിൻ്റെ അജണ്ടകളെയും ഒക്കെ തകർക്കാൻ പോകുന്ന ഒരു ഫോഴ്സായി മാറുമെന്ന് ഉറച്ച കൃത്യമായ ബോധ്യം സംഘപരിവാറിനുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകളെ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുമൊക്കെ ഒരുമിച്ച് നിർത്താനും അവരുടെയൊക്കെ പ്രതീകങ്ങളായി അവർക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള ഭീംറാവു അംബേദ്കർ പോലും ഞങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഇല്ലാത്ത വിധം വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഭീംറാവു അംബേദ്കർ വലിയ ആരാധ്യ പുരുഷനാണെന്നും ഭരണഘടന സംരക്ഷിക്കേണ്ടതാണെന്നും യഥാർത്ഥത്തിൽ ഭീംറാവു അംബേദ്കറെ ദ്രോഹിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണെന്ന് പറയുന്ന ഒരു വലിയ ദുർബലമായിട്ടുള്ള ഡിഫൻസിലേക്ക് കൂടി BJP എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതാണ് അതിൻ്റെ കാതലായ അവസ്ഥ. കാരണം BJP ഭയക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റുകാരെയോ ഏതെങ്കിലും മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകൾ അനുകൂലിക്കുന്ന പാർട്ടികളെയുമല്ല, പകരം ഈ ഐഡിയോളജിയാണ്. അത് എന്തിനേയും കടപുഴക്കേറിയാൻ കഴിയുന്ന, BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന വലിയ തോതിലുള്ള ഒരു ഏകീകരണത്തിനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നത് RSSും സംഘപരിവാറുമാണ്. അതാണ് ഈ പറയുന്ന വാക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം. അതാണ് ഈ പറയുന്ന വാക്കിൽ നിന്ന് ഒളിച്ചോടാനും രക്ഷപ്പെടാനും BJPയും നേതാക്കളും കിണഞ്ഞ് പരിശ്രമിക്കുന്നത്.